അഡ്വക്കേറ്റ് വസന്ത്, സ്വന്തം സഹപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ തന്നെ വയനാട്ടിലെ സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ DCC ട്രഷററായിട്ടുള്ള വിജയൻ മകന് വിഷം കൊടുത്ത് മകനെ കൊല്ലുന്നു, സ്വയം ജീവൻ ഒടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന ദിവസം നമ്മൾ തന്നെ സംസാരിച്ചതുമാണ്. ഇന്നിപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് IC ബാലകൃഷ്ണൻ MLA, നിയമസഭയിലെ കോൺഗ്രസിൻ്റെ MLA-മാരിൽ ഒരാളായിട്ടുള്ള IC ബാലകൃഷ്ണൻ ആ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിയായി നിൽക്കുന്നു. കൂട്ടുപ്രതി ചെറിയ ആളല്ല, DCC പ്രസിഡൻ്റാണ്. ആ നിലയിലാണ് ഇരുവരും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിന് മുമ്പിൽ ഈ കേസിൽ പ്രതികളായി നിൽക്കുന്നത്. അതൊരു ഗുരുതരമായ ഗൗരവമായ സാഹചര്യമല്ലേ? ശ്രീ ശരത്, ഞങ്ങൾ ആരും നിയമത്തെ പേടിച്ച് ഒളിച്ചോടാനോ സുപ്രീം കോടതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സിറ്റിങ്ങിന് മേടിക്കുന്ന അഭിഭാഷകരെ കെട്ടിയിറക്കാനോ പോകുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നിയമത്തെ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ആ നിയമത്തിന്റെ സാധ്യമായ എല്ലാ വഴികളിലും ഞങ്ങൾ പോവുകയും ചെയ്യും. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസിന്റെ ഒരു തിടുക്കത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങയോട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 ചർച്ചകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ചർച്ചകളിലും അങ്ങും ഞാനും തന്നെയായിരുന്നു 2 സൈഡിലും ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങയോട് ഏറ്റവും ആവേശത്തോടു കൂടി പറഞ്ഞത്, നിങ്ങളെ പോലീസ് എന്താണ് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കാത്തത് എന്നാണ്. അതായത് ആദ്യ ദിവസം ഇതാ സമാനമായ കത്ത് പുറത്തു വന്ന ദിവസങ്ങളിൽ പോലും പോലീസിന് പ്രതി ചേർക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള KPCCയുടെ അന്വേഷണ കമ്മീഷൻ ആ കുടുംബത്തെ കാണുന്നു. കുടുംബം പറയുന്നു, ഞങ്ങൾ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കും, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് തിരുത്തി എന്ന് പറഞ്ഞതിന്റെ മണിക്കൂർ തികയുന്നതിന് മുമ്പ് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല, ദുരുദ്ദേശമില്ല നിങ്ങളുടെ പോലീസിന് എന്ന് പറഞ്ഞാൽ, അൻവറിന്റെ മകൾ രാത്രി ചാടിക്കറന്ന ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യമാണ് കേട്ടോ. ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോലീസ് IC ബാലകൃഷ്ണന് വേണ്ടി എന്തിനാണ് ഇന്ന് 11ാമത്തെ ദിവസമാണ് വിജയേട്ടൻ മരിച്ചിട്ട് 11 ദിവസം കാത്തിരുന്നതെന്നും ഒടുക്കം ആ കുടുംബം ഞങ്ങളുടെ ഒപ്പം നിലകൊള്ളാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ഇറങ്ങുന്നതെന്നും അത് നിങ്ങളുടെ തീരുമാനം, പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, നല്ല കാര്യം. ഇനി 2 കാര്യങ്ങൾ. അവിടെ ഒരു ചോദ്യം വസന്ത്, ഇവിടെ ഒരു പ്രശ്നം അതൊന്നുമല്ല. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. പ്രശ്നം എന്താണ്? IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ്, ഇവർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, അവരാണിതിൽ പ്രതികളായി വന്നിട്ടുള്ളത്. രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലൊരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? എന്തുകൊണ്ടാണ് അവരെ സംഘടനാപരമായ ഒരു നടപടി പോലും എടുക്കാതെ ഈ പ്രതികളായി വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്നത്? 2 വളരെ ഗുരുതരമായ സഹകരണ നിയമന തട്ടിപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇവർക്കെതിരെ സംഘടനാപരമായി ഒരു നടപടി പോലും സ്വീകരിക്കാതെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, ഇങ്ങനെ വെളുപ്പിക്കുന്നത്? ശ്രീ ശരത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു അച്ചടക്ക സമിതിയുണ്ട്. ആ സമിതിക്ക് ഒരു അധ്യക്ഷനുണ്ട്. ആ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് അന്വേഷണ കമ്മീഷനായി കഴിഞ്ഞ ദിവസം വയനാട് എത്തിയത്. അദ്ദേഹം ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇന്നാണ് അദ്ദേഹം തിരിച്ചു തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, അല്ലാതെ എടുത്തു ചാടി പാർട്ടി പ്രവർത്തകരെ പുറത്താക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. ആ അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് പാർട്ടി പരിഗണിക്കും. അതിൽ എത്ര ഉന്നതനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒന്നുമില്ല. പക്ഷെ പാർട്ടിയുടെ ചില സംഘടനാ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ വസന്ത്. ഇതേ അച്ചടക്ക സമിതി ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഒരു കാര്യം കൂടി, കണ്ണൂർ മാടായിലേക്ക് ഇതുപോലൊരു പോക്കി അച്ചടക്ക സമിതി പോയിരുന്നു. എന്നിട്ട് എന്തായി? അച്ചടക്ക സമിതി അച്ചടക്കം പഠിപ്പിച്ചോ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ? എന്നിട്ട് ആ റിപ്പോർട്ട് ജനം കണ്ടോ? എന്തായിരുന്നു അതിലെടുത്ത നടപടി അച്ചടക്ക സമിതി തിരുവഞ്ചൂരിന്റെ? അങ്ങനാണെങ്കിൽ മറ്റൊരു അച്ചടക്ക സമിതി ബാലൻ സഹാബിന്റെ ശ്രീമതി ടീച്ചറിന്റെ നേതൃത്വത്തിൽ പോയി. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വസന്തിനോടല്ലേ ചോദിക്കുന്നത്. നിങ്ങളത് CPM പ്രതിനിധിയോട് ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ ഈ അച്ചടക്ക സമിതിയെ കുറിച്ച് പറയുന്നല്ലോ. ഈ അച്ചടക്ക സമിതി K സുധാകരന്റെ ആളുകളും അതുപോലെ തന്നെ MK രാഘവന്റെ ആളുകളും കൂടെ പരസ്യമായി തമ്മിത്തല്ലി മാടായിൽ. ആ മാടായിലേക്ക് ഇതേ അച്ചടക്ക സമിതി പോയി. എന്നിട്ട് എവിടെ റിപ്പോർട്ട്? എന്ത് തീരുമാനം? അച്ചടക്കം ഉറപ്പിച്ചോ? ആരെങ്കിലും കളഞ്ഞോ? എല്ലാ പ്രശ്നങ്ങളും അച്ചടക്കത്തിന്റെ വാൾമുനയിൽ പരിഹരിക്കപ്പെടുന്നതല്ല. ചിലത് സമവായത്തിലായിരിക്കും പരിഹരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അപ്പൊ എന്താണത്? പരിഹാരം എന്താണ്? ഈ ആളുകളോട് പറയാമോ? പ്രധാനപ്പെട്ട കൺസേൺസ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത്. രണ്ടും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. ഒന്നാമത്തെ ആരോപണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ ജോലി, അതായത് NM വിജയന്റെ ലെറ്റർ ആണോ ഇത് എന്ന്
ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ആദ്യം പറഞ്ഞത് പോലീസാണ് കേട്ടോ, ഏറ്റവും ആദ്യം പറഞ്ഞത്. IC ബാലകൃഷ്ണൻ SP പോയി കാണുമ്പോൾ അദ്ദേഹത്തോടും പിന്നീട് SP നേരിട്ട് മാധ്യമങ്ങളോടും പറഞ്ഞത് ഇതിൽ ശാസ്ത്രീയ പരിശോധന വേണം, അത് നടത്തുമെന്നാണ്. ഇനി നടത്താതിരിക്കുകയോ ചെയ്തോട്ടെ. ആ കത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് അദ്ദേഹത്തിന്റെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണമാണ് എന്ന് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങിപ്പോ പറഞ്ഞ ഈ അച്ചടക്ക സമിതി ഇല്ലേ, ഇതുപോലൊരു അച്ചടക്ക സമിതി KPCC സെക്രട്ടറി KE വിനയന്റെ നേതൃത്വത്തിൽ 2019 വയനാട്ടിൽ പോയി. അവിടുത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഴിമതി കണ്ടെത്തി, ക്രമക്കേട് കണ്ടെത്തി. അതൊക്കെ വസന്ത് നമ്മളത് ഒരുപാട് ചർച്ച ചെയ്താണ്. അതിനി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കോടതിയിൽ വാദിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, അത് രാഷ്ട്രീയമായ ചോദ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വന്നാൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന്, KPCC നേതൃത്വത്തിന് മാതൃകാപരമായി, സംഘടനാപരമായി ഈ ഘട്ടത്തിൽ ഇവർക്കെതിരെ പ്രതികളായ സാഹചര്യത്തിൽ ഇവരെ സംഘടനാപരമായി നടപടിയെടുത്ത് മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഒരാൾ ജനപ്രതിനിധിയാണ്, ഒരാൾ മുൻ MLA ആണ്, നിയമസഭയിലേക്ക് വീണ്ടും ഇതേയാൾ MLA ആയി പോകാൻ പോവുകയാണ്.